വാർത്തകൾ തുടരുന്നു. ഇനി ബലിപ്പെരുന്നാൾ വിശേഷങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നു. വിജിത, എവിടെ വരെയായി ഈദിന്റെ ഒരുക്കങ്ങളെല്ലാം? എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂര് ജുമാ മസ്ജിദ് പള്ളിയിലാണ്. ഒരുപാടധികം വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്കും ഈദ്ഗാഹുകളും എല്ലാം തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനകളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിശ്വാസികളാണ് പ്രാർത്ഥനകളിലെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു ത്യാഗസ്മരണയിൽ തന്നെയാണ് ഇന്ന് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ജുമാ മസ്ജിദിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും ഒക്കെ ഒരു നല്ല ബലിപെരുന്നാളാണ്. സ്നേഹത്തിൻ്റെയും ഒരു ത്യാഗസമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം പങ്കുവെച്ചുകൊണ്ട് എല്ലാ മനുഷ്യരിലും നന്മ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് ഒരു നല്ല ബലിപെരുന്നാൾ സന്ദേശം തന്നെയാണ് ഇവിടെ വന്ന ഓരോരുത്തരും നൽകുന്നത്. ഇവിടെ എത്തിയവരെല്ലാം തന്നെ പ്രാർത്ഥനകളിലെല്ലാം മുഴുകി തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് പെരുന്നാളായിട്ട് പരിപാടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. നടക്കുന്നുണ്ട്. മുഖ്യമായിട്ടുള്ള പരിപാടി അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാരായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കണം, മക്കളൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം. പിന്നെ പെരുന്നാളിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമ്മൾ ഈ ഗസയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ആകെ ദുഃഖമാണ്. നമ്മൾ അവിടെ ആകെ പട്ടിണി, കുരുന്നുകള. ഇന്ന് 22 പേരേറ്റ ഈ പെരുന്നാൾ ദിവസം അവർ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ദുഃഖം തന്നെ. അപ്പം നമുക്ക് ആഘോഷം തന്നെ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അത്രയും ഒരു വേദനാജനകമായ വാർത്തകളാണ് നമുക്ക് ഗസയിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണം കംപ്ലീറ്റ് എല്ലാ ഭാഗത്തു നിന്നും അടച്ചേക്കുന്നത്. എത്രയോ ട്രക്കുകൾ വന്നുകൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പോൾ 3-4 ട്രക്കുകൾ മാത്രമേ അവിടെ വരണുള്ളൂ. ആകെ ഇട്ട് അമർത്തനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ ആഘോഷമാണ് മനസ്സിലാവും. പിന്നെ മക്കൾക്കൊക്കെ വേണ്ടി നമുക്കൊരു ചെറിയൊരു ആഘോഷം വേണ്ടേ, അത്ര മാത്രം. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം വീട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഒരാഘോഷത്തിനപ്പുറത്തേക്ക് ഒരു ത്യാഗസ്മരണയെല്ലാം പുതുക്കി നല്ല ഒരു സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് ഓരോ ബലിപെരുന്നാളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നത് തന്നെയാണ് ഈ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, ഈ ആടുമാടുകളെയെല്ലാം തന്നെ ബലി കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കുടുംബത്തിനും മറ്റുള്ളവർക്കും നൽകുക എന്നുള്ള ഒരു സന്ദേശം കൂടി എല്ലാ ബലിപെരുന്നാളും നൽകുന്നുണ്ട്. പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വന്തം ഉള്ളവരായി തന്നെ കണ്ടുകൊണ്ട് കൂടെയുള്ളവർക്ക് വേണ്ടി നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഇവിടെ ഈ ഒരു നമസ്കാര ചടങ്ങുകളിലെല്ലാം തന്നെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത് വരുത്തണമേ അല്ലെങ്കിൽ എല്ലാം നല്ലതുപോലെ നടക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. എല്ലാവർക്കുമുള്ള ഒരു പ്രാർത്ഥനയാണ് നമസ്കാരങ്ങളിലെല്ലാം തന്നെ പള്ളികളിലെല്ലാം ഉള്ള നമസ്കാരങ്ങളിൽ നടക്കുന്നത്. അതെല്ലാം തന്നെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പള്ളിയിലെ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം കുടുംബത്തോടൊപ്പം ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഇവിടെയുള്ളത്. കുറേ അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ആഘോഷം എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളാണ്. ഇന്ന് അതിൻ്റെ ഉള്ള ഇവിടെ ഇതിന് ഇറക്കണ ദിവസമാണ് ഇത് പോത്തിനെയൊക്കെ. അതിന് പുറകിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാ വർഷവും കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്താണ് ചെയ്യണത്. ഇന്നിപ്പോൾ എല്ലാവരും രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇനി വീടുകളിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് തിരിച്ചു വരും എല്ലാവരും. നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാവർക്കും എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഇത്തിക്കാഫിൻ്റെ എല്ലാ ആശംസകളും നേർന്നു. കല്ലൂർ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയൊരു മഹല്ലാണ് ഈ നമ്മുടെ കല്ലൂർ. 91 പോത്തിനെയാണ്. അതെ 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 പുണ്യകർമ്മങ്ങളാണ് സന്ദേശം നൽകി. ഇന്ന് അതിന് ഞങ്ങളുടെ തങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. നമ്മുടെ ഈ ജീവിത രീതികൾ എല്ലാവരും എങ്ങനെയെല്ലാം പോകണമെന്നുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് പ്രസംഗത്തിലൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ
ഒരു വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ഈ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഉണ്ട്. പിന്നെ അടുത്ത കാര്യങ്ങൾ അതിൻ്റെ ബലിപെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഇനി അറവാണ്. എന്നാണ് പോത്തുകളുണ്ട് മൊത്തം. അപ്പോൾ അതെല്ലാം ചെയ്യും. എല്ലാവരും ഒന്നടങ്കം ഈ കലൂർ മുസ്ലിം ജമാഅത്ത് ഒന്നടങ്കമാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഇതിൻ്റെ ജമാഅത്ത് കമ്മിറ്റി നാട്ടുകാരെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടുത്തെ കലൂർ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബലിപെരുന്നാൾ ആശംസകൾ. നന്നായിട്ട് വീട്ടിൽ കുടുംബത്തോടൊക്കെ സന്തോഷമായിട്ട് ആഘോഷിക്കട്ടെ. എന്തായാലും എല്ലാവരും ഒരുപാടധികം സന്തോഷത്തിലാണ്. നമ്മളും കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാനും എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നൽകുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു ബലിപെരുന്നാളിനെ ഒരു ത്യാഗത്തിന്റെ സ്മരണയിലെല്ലാം ഓർത്തുകൊണ്ട് ആഘോഷത്തോടെ കുടുംബത്തോടൊപ്പം തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീപ്തി, ഇത് അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചായിരുന്നു ഈ ബലിപെരുന്നാൾ ആണ് ഇനിയിപ്പോൾ ആടിനെ അറക്കുന്ന ഒരു ചടങ്ങുകളെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീടുകളിലെല്ലാം പോയി ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവരെല്ലാം ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ പരസ്പരം ആലിംഗനം ചെയ്തും എല്ലാം ഈ ഒരു ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് അവർ. ഇതിനുശേഷം വീടുകളിലെല്ലാം പോയി ഭക്ഷണം കഴിക്കുകയും കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അത്തരത്തിലുള്ള എല്ലാ ഈ ഒരു ദിവസം മുഴുവനായി കുടുംബത്തോടൊപ്പം ഈ ഒരു സാഹോദര്യം എല്ലാം കാണിച്ചുകൊണ്ട് ആഘോഷിക്കാനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും സന്തോഷത്തിലാണ്. ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ കൂടുതൽ വീടുകളിലെല്ലാം പോയി ഈ ഭക്ഷണം പാചകം ചെയ്യാൻ, വീടുകളിലെല്ലാം ഇപ്പോൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കാം വീട്ടിലുള്ളവരെല്ലാം. അതുപോലെ തന്നെ മൈലാഞ്ചി ഇടലും അതുപോലെ എല്ലാം കുട്ടികളാണെങ്കിൽ മൈലാഞ്ചി ഇടുക, അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ചുല്ലസിക്കുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഈ വീടുകളിലെല്ലാം പുരോഗമിക്കുകയായിരിക്കും. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ ശരിയാണ്. കാരണം പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ മൈലാഞ്ചി മഞ്ചിന്റെ മണമുള്ള അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങളുടെ രുചിയുള്ള ഓർമ്മ പുതുക്കലാണ് പലപ്പോഴും എല്ലാവർക്കും പെരുന്നാൾ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒക്കെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോലും എൻ്റെ വീടിൻ്റെ ചുറ്റും മദ്രസകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാ വർഷവും ഈ പോത്തിനെ ആണെങ്കിലും അല്ലെങ്കിൽ മൂരിയൊക്കെ ആണെങ്കിലും അറുക്കുന്ന സമയത്ത് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെല്ലാവരും കുട്ടികളാവുന്ന സമയത്ത് കൗതുകത്തോടെ ഈ ഒരു വീട്ടിലേക്കെല്ലാം കൊണ്ടുതരുമായിരുന്നു. അപ്പം വളരെ സന്തോഷമാണ്. എല്ലാവർക്കും സ്നേഹത്തോടെ ഈ ഭക്ഷണം പങ്കുവെക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഓർമ്മകൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പലപ്പോഴും പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കുക, കുടുംബത്തോടൊപ്പം സന്തോഷമായി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, കുടുംബക്കാരുടെ വീട്ടിലോട്ടൊക്കെ പോവുക, അങ്ങനെയുള്ള കുട്ടികളെല്ലാം കൂടുമ്പോഴുള്ള അതിന്റെ സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് കേരളത്തിൽ വെച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ഈ ഏത് പരിപാടിക്കും ഈ കലൂർ മഹല്ലാണ്, ഈ കലൂർ പള്ളിയാണ്. മനസ്സിലായി? അതിനപ്പുറത്തേക്ക് കവിച്ചു വെക്കാനുള്ള ഒരു പള്ളിയും ഉണ്ടാവില്ല. നമ്മളിപ്പോ പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ആഘോഷിക്കുക എന്നാണല്ലോ. അപ്പൊ അതിന്റെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കലൂരിനെ സംബന്ധിച്ച് മഹത്വം ഒരു വാക്കുകൊണ്ടൊന്നും കവിച്ചു വെക്കാനുള്ള വാക്കുകളില്ല. മനസ്സിലാക്കണം. അതെ, ഇന്നേ വരെ ഉള്ളത്. ഇപ്പം അത്ര ജനസമുദ്രമുള്ള ഒരു സ്ഥലം മറ്റൊന്നില്ല. അങ്ങനെയാണ്. ശരി. അപ്പോൾ കലൂരാണ് ഏറ്റവും ഫസ്റ്റ്. പള്ളികൾ നമുക്ക് കേരളത്തിൽ ഒരു പിടിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ വെച്ച് വെക്കാൻ പറ്റുക ജനപ്പെരുപ്പുള്ള ഒരു പള്ളി മറ്റൊന്നില്ല, ഉണ്ടാവില്ല. അതാണ് സന്തോഷം. എല്ലാവരും അത്ര അതെ എല്ലാം കൂടി വലിയ സന്തോഷത്തിലാണ്. എല്ലാ മക്കളും വരും. അകന്ന് താമസിക്കുന്ന മക്കൾ പോലും വീട്ടിൽ വരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. മനസ്സിലായ? ഒരു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന സന്തോഷമാണ്. ഒരു കല്യാണത്തിൽ ഒന്ന് കാണുന്നത് പോലെയല്ലോ. മനസ്സിലായ? ഒരു കല്യാണത്തിന് പല കല്യാണത്തിന് ത്യാഗത്തിന്റെ സ്മരണയിൽ കേരളത്തിലെ മലയാളികളടക്കം എല്ലാവരും ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്, ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും വിജിതയാണ് ചേർന്നത്. കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ബക്രീദ് ആശംസകൾ നേരുകയാണ്. ഇനി എൻ്റെ പഞ്ചായത്ത് കാണാം.